ഇസ്രായേൽ വാഗ്ദത്ത ദേശത്തെത്തുന്നതിനു മുമ്പ്, മോശ അത് ദൂരെ നിന്ന് കാണുന്നതിനു മുമ്പ്, മരുഭൂമിയിൽ വെച്ച് ദൈവം അവരെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ചിലർ ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും മത്സരിക്കുകയും ഭൂമി പിളർന്ന് അവരെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. അനുസരണക്കേട് മൂലം ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്തേക്കുള്ള പ്രവേശനം ഒരു തലമുറയ്ക്ക് മുഴുവൻ നിഷേധിക്കപ്പെടുന്നു. ദൈവവുമായി മുഖാമുഖം സംസാരിച്ച മനുഷ്യനായിരുന്ന മോശയോടുപോലും ഒരു ദിവസം നീ ആ ദേശത്ത് കടക്കുകയില്ല എന്ന് സർവേശ്വരൻ പറയുന്നു. ഇത് അമാനുഷികമായ അത്ഭുതങ്ങളുടെ മാത്രം സംഭവകഥയല്ല. അപൂർണരായ മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കഥയാണിത്. ഏറ്റവും വലിയ പരീക്ഷണം നേരിടാനിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തദാസനായ മോശയുടെ കഥ തുടരുന്നു. മോശയുടെ ജനനം മുതൽ ഇതുവരെ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലൈഫ് ഓഫ് മോസസ് സീരീസിലെ വീഡിയോസ് കാണുവാനായി കമന്റിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. Stories that shine, truth that grows. Welcome to Joy Seeds. ഉടമ്പടി പുതുക്കപ്പെടുകയും ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുകയും ചെയ്തതിനു ശേഷം മോശ വീണ്ടും ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി. അവൻ അവരോട് പറഞ്ഞു, യഹോവ കൽപ്പിച്ചതിതാണ്, നിങ്ങളുടെ പക്കലുള്ളതിൽ നിന്ന് കർത്താവിനു വഴിപാടെടുക്കുവിൻ. മനസ്സുള്ളവരെല്ലാം കർത്താവിനു വഴിപാട് കൊണ്ടുവരട്ടെ. നന്ദിയും ഭയവും കൊണ്ട് നിറഞ്ഞ ജനം മനസ്സോടെ പ്രതികരിച്ചു. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ സ്വർണം, വെള്ളി, വെങ്കലം, നേർത്ത തുണിത്തരങ്ങൾ, വിലയേറിയ കല്ലുകൾ എന്നിവ കൊണ്ടുവന്നു. ജനങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ ആവശ്യത്തിലും അധികമായപ്പോൾ പാളയത്തിലുടനീളം മോശയ്ക്കൊരു കൽപ്പന നൽകേണ്ടി വന്നു. ആരും ഇനി വിശുദ്ധ മന്ദിരത്തിലേക്ക് വഴിപാടുകൾ കൊണ്ടുവരേണ്ടതില്ല. ജനം സാധനങ്ങൾ കൊണ്ടുവരുന്നത് നിർത്തി. അതുവരെ ശേഖരിച്ചത് യഹോവ കൽപ്പിച്ച സകല പ്രവൃത്തിയും ചെയ്യാൻ പര്യാപ്തമായിരുന്നു. യഹോവ ബെസലേലിനെയും ഒഹോലിയാബിനെയും ജ്ഞാനവും ബുദ്ധിയും വൈദഗ്ധ്യവും കൊണ്ട് നിറച്ചു. അവരുടെ കൈകളുടെ പണിയിലൂടെ യഹോവ പർവ്വതത്തിൽ വെച്ച് മോശയെ കാണിച്ചതുപോലെ തന്നെ കൂടാരം ഉയർന്നു പൊങ്ങി. കതിരമരം കൊണ്ട് അവർ നിയമപ്പെട്ടകമുണ്ടാക്കി. അത് തങ്കം കൊണ്ടു പൊതിഞ്ഞു. അതിന്മേൽ കൃപാസനം വെച്ചു. 2 കെരൂബുകൾ പരസ്പരം അഭിമുഖമായും ചിറകുകൾ പാപപരിഹാര സ്ഥലത്തെ മൂടുന്ന വിധത്തിലുമായിരുന്നു. അവർ സാന്നിധ്യ അപ്പത്തിന്റെ മേശയും ഒറ്റ സ്വർണ്ണ കഷ്ണം കൊണ്ട് അടിച്ചു തീർത്ത സ്വർണ്ണ വിളക്ക് തണ്ടും ധൂപപീഠവും ഉണ്ടാക്കി. ഏഫോദ് എന്ന പുരോഹിത വസ്ത്രങ്ങൾ ശ്രദ്ധാപൂർവം നെയ്തു. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്കായി 12 കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പതക്കം, പുരോഹിതൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോൾ മുഴങ്ങുന്ന സ്വർണ്ണമണികൾ പതിച്ച മേലങ്കി, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ എല്ലാ പണികളും കൃത്യമായി പൂർത്തിയാക്കി. പണി പൂർത്തിയായപ്പോൾ അവരെല്ലാം മോശയുടെ അടുക്കൽ കൊണ്ടുവന്നു. മോശ പണി പരിശോധിച്ചപ്പോൾ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവരത് ചെയ്തുവെന്ന് അവൻ കണ്ടു. മോശ അവരെ അനുഗ്രഹിച്ചു. പിന്നെ യഹോവ മോശയോട് 1-ാം മാസം 1-ാം തീയതി സമാഗമന കൂടാരമെന്ന തിരുനിവാസം നിവർക്കേണം എന്ന് കൽപ്പിച്ചു. മോശ യഹോവെ കൽപ്പിച്ചതുപോലെ തന്നെ കൂടാരം സ്ഥാപിച്ചു. പെട്ടകം അകത്തുവെച്ചു. തിരശീല തൂക്കി. മേശയും വിളക്കുതണ്ടും സ്ഥാപിച്ചു. യാഗപീഠവും ഒരുക്കി. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായപ്പോൾ അസാധാരണമായൊന്നു സംഭവിച്ചു. മേഘം സമാഗമന കൂടാരത്തെ മൂടി. കർത്താവിൻ്റെ തേജസ് കൂടാരത്തെ നിറച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം അത്ര ശക്തമായിരുന്നതിനാൽ മോശയ്ക്ക് കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അന്നുമുതൽ പകൽ സമയത്ത് യഹോവയുടെ മേഘം തിരുനിവാസത്തിന് മുകളിൽ ആവസിച്ചു. മേഘം തിരുനിവാസത്തിന്മേൽ നിന്നുയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അതുയരുന്നാൾ വരെ അവർ യാത്ര പുറപ്പെടാതിരിക്കും. എല്ലാ ഇസ്രായേല്യരുടെയും മുമ്പാകെ അവരുടെ എല്ലാ യാത്രകളിലും പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയുമുണ്ടായിരുന്നു.
സീനായ് പർവ്വതത്തിൽ ഇടിമുഴക്കിയ ദൈവം ഇപ്പോൾ തന്റെ ജനത്തിന്റെ ഇടയിൽ വസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവർ പലപ്പോഴായി അനുസരണക്കേടുകൾ കാണിച്ചുവെങ്കിലും കർത്താവ് വിശ്വസ്തനായി തുടർന്നു. മരുഭൂമിയിൽ അവൻ ഇസ്രായേലിനെ ഉപേക്ഷിച്ചില്ല. അവൻ അവരോടൊപ്പം നടന്നു. പാളയത്തിന്റെ മധ്യഭാഗത്തായി സമാഗമന കൂടാരം നിന്നതോടെ തന്റെ വിശുദ്ധ സാന്നിധ്യത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് തന്റെ ജനത്തെ കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങി. സമാഗമന കൂടാരത്തിൽ നിന്ന് ദൈവം മോശയോട് സംസാരിച്ചു. ഇസ്രായേലിനെ ഭാരപ്പെടുത്താനല്ല, മറിച്ച് അവരെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാക്കി രൂപപ്പെടുത്താനാണ് നിയമങ്ങൾ നൽകിയത്. പാവപരിഹാരയാഗങ്ങൾ, ഹോമയാഗങ്ങൾ, പാപയാഗങ്ങൾ, സമാധാനയാഗങ്ങൾ ഇവയൊക്കെ അവൻ വെളിപ്പെടുത്തി. ക്ഷമയ്ക്ക് ഭക്തിയും അനുസരണവും ആവശ്യമാണെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. അഹരോനും പുത്രന്മാരും പുരോഹിതന്മാരായി നിയമിക്കപ്പെട്ടു. അവരെ യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിനായി പ്രതിഷ്ഠിച്ചു. എന്നാൽ പൗരോഹിത്യം സ്ഥാപിതമായ ദിവസം തന്നെ ഒരു ദുരന്തം സംഭവിച്ചു. അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും യഹോവയുടെ സന്നിധിയിൽ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി കൊണ്ടുവന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ചു. അവർ അവന്റെ സന്നിധിയിൽ മരിച്ചു. മോശ അഹരോനോട് പറഞ്ഞു, എന്നോട് അടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും, സർവ്വജനത്തിൻ്റെയും മുമ്പാകെ ഞാൻ മഹത്വപ്പെടും എന്ന് യഹോവ അരുളി ചെയ്തത് ഇതുതന്നെ. അഹരോൻ മിണ്ടാതിരുന്നു. പാപം മരണത്തിലേക്ക് നയിക്കുന്നുവെന്നും ഓരോ ജീവനും ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്നും ഓർമ്മിപ്പിക്കുന്നതിനായി യാഗപീഠത്തിൽ ദിവസം തോറും യാഗങ്ങൾ അർപ്പിക്കപ്പെട്ടിരുന്നു. കർത്താവ് പ്രഖ്യാപിച്ചു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. എല്ലാ വർഷവും ഒരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കും. അന്ന് അദ്ദേഹം ജനതയ്ക്ക് വേണ്ടി ഒരു യാഗമർപ്പിക്കുകയും പിന്നീട് ഒരാട്ടിൻകുട്ടിയെ ജനങ്ങളുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് മരുഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു പോന്നു. ഈ നിയമങ്ങളിലൂടെ കർത്താവ് ഇസ്രായേലിനെ തന്റെ സാന്നിധ്യത്തിൽ എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കുകയായിരുന്നു. ഇസ്രായേല്യർ യാത്ര തുടർന്നു. കർത്താവിന്റെ കൽപ്പന പ്രകാരം മേഘം കൂടാരത്തിന് മുകളിൽ നിന്ന് ഉയർന്നു. കാഹളം മുഴങ്ങി. ഇസ്രായേൽ ഗോത്രങ്ങൾ സീനായി പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ടു. നിയമപെട്ടകം അവരുടെ മുമ്പിൽ പോയി. മോശ പ്രാർത്ഥിച്ചു, കർത്താവേ, എഴുന്നേൽക്കണമേ. നിന്റെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. നിന്നെ വെറുക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. പക്ഷേ അവരുടെ കൃതജ്ഞത മുറുമുറുപ്പുകളായി മാകാൻ ഇനി അധികം നാളുകളില്ല. ജനങ്ങൾ തങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് പരാതിപ്പെടാൻ തുടങ്ങി. അവരുടെ വാക്കുകൾ യഹോവയുടെ ചെവികളിലും എത്തി. അവന്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു. പാളയത്തിന്റെ അതിർത്തിയിൽ യഹോവയുടെ തീ പുറപ്പെട്ടു. ഭയന്നുപോയ ജനം മോശയോട് നിലവിളിച്ചു. മോശ യഹോവയോട് പ്രാർത്ഥിച്ചു. തീ കെട്ടുപോയി. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തിക്കൊണ്ടിരുന്നതിനാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേരായി. താമസിയാതെ ജനങ്ങൾക്കിടയിൽ മറ്റൊരു പരാതിയുമുണ്ടായി. അവരുടെ ഇടയിലെ സമ്മിശ്ര ജനസമൂഹം മറ്റു ഭക്ഷണത്തിനായി കൊതിച്ചു തുടങ്ങി. ഇസ്രായേൽ മക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കഴിക്കാൻ മാംസമുണ്ടായിരുന്നെങ്കിൽ ഈജിപ്തിൽ ഞങ്ങൾ കഴിച്ചിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിട്ടുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് വിശപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ മന്നയല്ലാതെ മറ്റൊരു ഭക്ഷണവും ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. മോശേ ഇവരുടെ കരച്ചിൽ കേട്ട് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും യഹോവയുടെ മുമ്പാകെ നിലവിളിച്ചു. അങ്ങയുടെ ദാസന് ഈ കഷ്ടം വരുത്തി വെച്ചത് എന്തിനാണ്? ഈ ജനത്തെയെല്ലാം ഞാൻ ഗർഭം ധരിച്ചതാണോ? ഒരു ധാത്രി കുഞ്ഞിനെ എടുക്കുന്നത് പോലെ അവരെ എടുക്കാൻ എന്നോട് കൽപ്പിക്കാൻ ഞാനാണോ അവരെ പ്രസവിച്ചത്? ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? അവരിതാ ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞു കരയുന്നു. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെക്കൊണ്ടു കഴിയുന്നില്ല. അതെനിക്ക് അതിഭാരമാകുന്നു. ഇങ്ങനെ എന്നോട് ചെയ്യുന്ന പക്ഷം ദയ വിചാരിച്ച് എന്നെ കൊന്നുകളയണമേ. മോശയുടെ നിലവിളി കർത്താവ് കേട്ടു.
മോശയുമായി നേതൃത്വത്തിന്റെ ഭാരം പങ്കിടാൻ അവൻ 70 മൂപ്പന്മാരെ നിയമിച്ചു. യഹോവയുടെ ആത്മാവ് അവരുടെ മേൽ ആവസിച്ചു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, ജനങ്ങളോട് പറയുക, നാളത്തേക്കു നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. എന്നാൽ നിങ്ങൾ ഇറച്ചി തിന്നും. 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല, 1 മാസം മുഴുവൻ നിങ്ങൾ മാംസം കഴിക്കും. അത് നിങ്ങളുടെ മൂക്കിൽ നിന്ന് പുറത്തുവന്ന് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നതുവരെ. കാരണം നിങ്ങളുടെ ഇടയിലുള്ള കർത്താവിനെ നിങ്ങൾ നിരസിച്ചു. യഹോവ ഒരു ശക്തമായ കാറ്റ് പുറപ്പെടുവിച്ചു. അത് കടലിൽ നിന്ന് കാടകളെ കൊണ്ടുവന്നു. ജനം അത്യാഗ്രഹത്തോടെ അവയെ ശേഖരിച്ചു പാകം ചെയ്തു കഴിച്ചു. എന്നാൽ മാംസം അവരുടെ പല്ലുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ തന്നെ, അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ടു സംഹരിച്ചു. ദുരാഗ്രഹികളുടെ കൂട്ടത്തെ അവിടെ കുഴിച്ചിട്ടതുകൊണ്ട് ആ സ്ഥലത്തിന് കിബ്രോത്ത് ഹത്താവ എന്നു പേരായി. മരുഭൂമിയിലൂടെ യാത്ര തുടരുമ്പോൾ മോശയ്ക്കെതിരെ മറ്റൊരു വെല്ലുവിളി ഉയർന്നു വന്നു. ജനക്കൂട്ടത്തിൽ നിന്നല്ല, മറിച്ച് മോശയുടെ സ്വന്തം കുടുംബത്തിൽ നിന്ന്. പ്രവാചകിയായ മിരിയാമും മഹാപുരോഹിതനായ അഹരോനും മോശയ്ക്കെതിരെ സംസാരിച്ചു. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തുകൊണ്ട് അവർക്ക് മോശയോട് വിരോധമായിരുന്നു. അവർ പറഞ്ഞു, കർത്താവ് മോശയിലൂടെ മാത്രമേ സംസാരിച്ചിട്ടുള്ളുവോ? നമ്മളിലൂടെയും അവൻ സംസാരിച്ചിട്ടില്ലേ? അവരുടെ വാക്കുകൾ മോശയുടെ നേതൃത്വത്തെ മാത്രമല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെയും ചോദ്യം ചെയ്തു. കർത്താവ് അവരുടെ വാക്കുകൾ കേട്ടു. പെട്ടെന്ന് മോശയെയും അഹരോനെയും മിരിയാമിനെയും സമാഗമന കൂടാരത്തിലേക്ക് വരാൻ യഹോവ വിളിച്ചു. മേഘസ്തംഭം ഇറങ്ങി പ്രവേശന കവാടത്തിൽ നിന്നു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടാകുമ്പോൾ ഞാൻ അവന് ദർശനങ്ങളിലൂടെ എന്നെ തന്നെ വെളിപ്പെടുത്തും. സ്വപ്നങ്ങളിലൂടെ ഞാൻ അവനോട് സംസാരിക്കും. എന്നാൽ എന്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവൻ എന്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനാണ്. അവനോട് ഞാൻ കടങ്കഥകളിലൂടെയല്ല, മുഖാമുഖമായി വ്യക്തമായി സംസാരിക്കുന്നു. അഹരോൻ മിരിയാമിൻ്റെ നേരെ തിരിഞ്ഞപ്പോൾ അവളുടെ ദേഹം മഞ്ഞുപോലെ വെളുത്തിരുന്നു. അവൾക്ക് കുഷ്ഠം ബാധിച്ചു. അഹരോൻ മോശയോട് നിലവിളിച്ചു, എൻ്റെ യജമാനനെ, ഈ പാപം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാപ്പിള്ളയെപ്പോലെ ഇവൾ ആകരുതേ. മോശ അവരോട് ദേഷ്യപ്പെട്ടില്ല. അവൻ യഹോവയോട് നിലവിളിച്ചു, ദൈവമേ, ദയവായി അവളെ സുഖപ്പെടുത്തണമേ. മിരിയാം തന്റെ ലജ്ജ വഹിച്ചുകൊണ്ട് 7 ദിവസം പാളയത്തിന് പുറത്തു കഴിയണമെന്ന് യഹോവ കൽപ്പിച്ചു. മിരിയാമിനെ തിരികെ കൊണ്ടുവരുന്നതുവരെ ജനം അവിടെ തന്നെ തങ്ങി. അതിനുശേഷം മാത്രമാണ് ഇസ്രയേൽ യാത്ര തുടർന്നത്. മോശ ഭൂമിയിലെ തന്നെ ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു. കർത്താവ് അവനുവേണ്ടി സംസാരിക്കാൻ എഴുന്നേറ്റു. ദൈവത്തിനു കീഴിലുള്ള ആ നേതൃത്വസ്ഥാനം ആഗ്രഹത്തിൻ്റെ പുറത്ത് മോശ പിടിച്ചെടുത്തതല്ല, മറിച്ച് ദിവ്യവിളിയാൽ അവന് നൽകപ്പെട്ടതാണ്. തന്നോട് മറ്റുള്ളവർ മോശമായി പെരുമാറിയിട്ടും മോശ പ്രതികാരത്തോടെയല്ല, മറിച്ച് കരുണയോടെയാണ് അവർക്ക് മറുപടി നൽകിയത്. യഹോവ മോശയോട് പറഞ്ഞു, ഇസ്രായേൽ മക്കൾക്കു ഞാൻ കൊടുക്കുന്ന കനാൻ ദേശം ഉറ്റുനോക്കുവാൻ ആളുകളെ അയക്കുക. അതിനായി ഇസ്രയേലിൻ്റെ ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാൾ വീതം അങ്ങനെ 12 നേതാക്കളെ തിരഞ്ഞെടുത്തു. 40 ദിവസം അവർ ദേശം മുഴുവൻ തിരഞ്ഞു. ഫലഭൂയിഷ്ഠമായ താഴ്വരകളും ഉറപ്പും വലിപ്പവുമുള്ള നഗരങ്ങളും ബലവാന്മാരായ നിവാസികളെയും അവർ കണ്ടു. എസ്കോൽ താഴ്വരയിൽ നിന്ന് അവർ ഒരു വലിയ മുന്തിരിക്കുല വെട്ടിയെടുത്തു. അത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നുകൊണ്ട് നടന്നു. അവർ കനാൻ ദേശത്തെ ഫലങ്ങളുമായി മോശയുടെയും അഹരോന്റെയും സർവ്വസഭയുടെയും അടുക്കൽ മടങ്ങിവന്നു. അവർ പറഞ്ഞു, നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി.
അത് ശരിക്കും പാലും തേനും ഒഴുകുന്നത് തന്നെയാണ്. പക്ഷേ പിന്നീട് അവരുടെ സ്വരം മാറി. 12-ൽ 10 ചാരന്മാരും പറഞ്ഞു, നമുക്ക് ആ ആളുകളെ ആക്രമിക്കാൻ കഴിയില്ല. അവർ നമ്മളെക്കാൾ ശക്തരാണ്. ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അധികായന്മാരാണ്. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്ധികളായ അനാക്യമല്ലന്മാരെയും കണ്ടു. അവരുടെ മുമ്പിൽ കാഴ്ചയിൽ ഞങ്ങൾ വെട്ടുകിളികളെപ്പോലെയാണെന്ന് തോന്നി. ഇതുകേട്ട് പാളയത്തിലാകമാനം ഭയം പടർന്നു. ജനം ആ രാത്രി ഉറക്കെ കരഞ്ഞു. അവർ നിലവിളിച്ചു, ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ മരിച്ചുപോയിരുന്നെങ്കിൽ. വാളാൽ വീഴാൻ വേണ്ടി യഹോവ ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? നമുക്കൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് മടങ്ങാം. എന്നാൽ 2 പേര് ധൈര്യത്തോടെ അവിടെ സംസാരിച്ചു, യോശുവയും കാലേബും. അവർ തങ്ങളുടെ വസ്ത്രം കീറി ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ സഞ്ചരിച്ചു ഒറ്റുനോക്കിയ ദേശം അത്യന്തം നല്ലതാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിച്ചാൽ അവിടുന്ന് നമ്മെ ആ ദേശത്തേക്ക് കൊണ്ടുപോയി നമുക്കത് നൽകും. നിങ്ങൾ യഹോവയ്ക്കെതിരെ മത്സരിക്കരുത്. നിങ്ങൾ ആരും ഭയപ്പെടരുത്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എന്നാൽ ജനം അവരെ കല്ലെറിയാൻ പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ പ്രത്യക്ഷമായി. യഹോവ മോശയോട് ചോദിച്ചു, ഈ ജനം എത്രത്തോളം എന്നെ നിന്ദിക്കും? ഞാൻ അവരുടെ ഇടയിൽ ചെയ്തിട്ടുള്ള അടയാളങ്ങളെല്ലാം കണ്ടിട്ടും അവർ എത്രത്തോളം എന്നിൽ വിശ്വസിക്കാൻ വിസമ്മതിക്കും? അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവരോട് ചെയ്യും. കർത്താവ് തൻ്റെ ന്യായവിധി പ്രഖ്യാപിച്ചു. എന്നാൽ ഒരിക്കൽ കൂടി മോശ മധ്യസ്ഥത വഹിച്ചു. അദ്ദേഹം അപേക്ഷിച്ചു, നിന്റെ മഹാദയയ്ക്കനുസൃതമായി ഈ ജനത്തിൻ്റെ അകൃത്യം ക്ഷമിക്കണമേ. കർത്താവ് മറുപടി പറഞ്ഞു, നീ ചോദിച്ചതുപോലെ ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ ഈ തലമുറയിലെ ആരും ഞാൻ വാഗ്ദാനം ചെയ്ത ദേശം കാണുകയില്ല. 40 ദിവസം അവർ കനാൻ ദേശം ഉറ്റുനോക്കി നടന്നതിനാൽ ദിവസം 1 1 വർഷമെന്ന കണക്കിന് ഇസ്രായേൽ 40 വർഷം മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. യോശുവയും കാലേബും മാത്രമേ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുമായിരുന്നുള്ളൂ. ആ രാത്രിയിൽ അവരുടെ പ്രതീക്ഷ ദുഃഖമായി മാറി. ചെങ്കടൽ വിഭജിക്കപ്പെടുന്നത് കണ്ട ഒരു തലമുറ ഇപ്പോൾ മരുഭൂമിയിൽ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നു. ദൈവം അവിശ്വസ്തനായതുകൊണ്ടല്ല, മറിച്ച് അവർ അവനെ വിശ്വസിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട്. കൂടാരം ഉയർത്തപ്പെട്ട ദിവസം മുതൽ കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വസിക്കാൻ തീരുമാനിച്ചു. മേഘത്താലും തീയാലും അവരെ നയിച്ചു. അവരെ വിശുദ്ധമായ ജീവിതം പഠിപ്പിച്ചു. തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ ദാസന്മാരെ നിയമിച്ചു. എന്നിട്ടും തങ്ങളുടെ നടുവിൽ നടന്ന ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കാതെ ഇസ്രയേൽ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തു. തൻ്റെ നിയമങ്ങളെ അനുസരിച്ച് തന്നോടടുത്ത് എങ്ങനെ ജീവിക്കണമെന്ന് കർത്താവ് അവരെ പഠിപ്പിച്ചു. മോശ ദൈവത്തിനും ജനത്തിനുമിടയിൽ മധ്യസ്ഥനായി നിന്നു. ഇസ്രയേലിന്റെ മരുഭൂമിയിലെ യാത്ര അവസാനിച്ചിട്ടില്ല. അത് അതിൻ്റെ ഏറ്റവും ദുഷ്കരമായ കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതേയുള്ളൂ.